നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ. അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുണ്ടായി. അപ്പോൾ അതിനൊരു മറുപടി, അല്ലെങ്കിൽ എൻ്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അവരുടെ ചർച്ചയ്ക്കിടയിൽ എൻ്റെ പേര് ഉപയോഗിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തേൻ്റെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇടാ സന്തോഷ് പണ്ഡിറ്റൊക്കെ എൻ്റെ പേഷ്യൻ്റ് ആട്ടാ, ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ തന്തേൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എൻ്റെ മാനസികാരോഗ്യം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല. ആരാൻ്റെ മാനസിക നില പരിശോധിക്കുമ്പോൾ സ്വന്തം മാനസിക നില റെഡിയാണോ എൻ്റെ അവിടെ നിൽക്കട്ടെ. കാരണം ഇദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ പരമായിട്ടും ഇന്നേ വരെ ഇദ്ദേഹത്തെ ഒരു ആളും ഒഴിവാക്കിയിട്ടില്ലേ. ഇപ്പം മുമ്പ് കലാകൗമുദിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് മാതൃഭൂമിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. ആ ചാനലിൻ്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവർ അപ്പ് ചെയ്തിരിക്കുന്ന വീഡിയോൻ്റെ വ്യൂവേഴ്സ് നിങ്ങൾ നോക്കണം. വലിയ വ്യൂവേഴ്സ് ഒന്നും ഇല്ല. ഇതിനേക്കാൾ നല്ലതല്ല വേറൊരാളുണ്ടെങ്കിൽ ഇത്ര പൈസ കൊടുക്കാതെ ഇയാൾക്കൊക്കെ കൊടുക്കുന്ന അത്രയും ശമ്പളത്തിൻ്റെ ആവശ്യമില്ല പുതിയ ആളുകൾക്ക്. ഞാൻ പറയുന്നു, ഇയാളെയൊക്കെ ഒഴിവാക്കി പിടിച്ച് പുറത്താക്കി പുതിയ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗുണമാണ്. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.